ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഞാൻ ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, വീടിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നെഗറ്റീവ് കമൻസിനുള്ള റിപ്ലൈ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മുടെ എന്താ പറയുക, ചില കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കായിട്ട് കമൻസിൽ റിപ്ലൈ ചെയ്യാൻ കുറേ ടൈം എടുക്കും, ടൈപ്പ് ചെയ്തിട്ടിടാനൊക്കെ. അപ്പോൾ പിന്നെ വിചാരിക്കും പിന്നെ ചെയ്യാമെന്ന്. പക്ഷേ എപ്പോഴും ആ കമൻസ് വരുമ്പോൾ നമുക്കെന്നെ തോന്നും എന്തപ്പോൾ ഇവരിങ്ങനെ എല്ലാവരും ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഇക്കാനോട് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു ഓക്കെ പറഞ്ഞേക്കൂ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റിൻ്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കമൻസിനും കൂടി റിപ്ലൈ കൊടുക്കാം. നെഗറ്റീവ് കമൻസിൻ്റെ റിപ്ലൈ അല്ല കേട്ടോ, എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നത്. അങ്ങനെ ഇപ്പം തൽക്കാലം നെഗറ്റീവായിട്ട് ആരും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഹായ് ഇത്ത, ഒരു ജെന്യുവൻ ഡൗട്ടുണ്ട്. ഇക്കാക്ക് ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ലല്ലോ, ഇത്രയും വലിയ വീട് വെക്കാൻ ഫിനാൻസ് ഒക്കെ എങ്ങനെയാണ്? ഇക്കാക്ക് കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റും ഇല്ലേ? വീട്ടിലെ ചിലവ്, മക്കളെ കാര്യം എല്ലാം എങ്ങനെയാണ് നടന്നു പോകുന്നത്? യൂട്യൂബ് കൊണ്ട് മാത്രം ഇതൊക്കെ നടന്നു പോകുമോ? കൈൻഡ്ലി റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കട്ടെ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിപ്ലൈ പറയുവാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ചിലപ്പം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴേ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കമൻസ് ആയിരിക്കും അതിന് വരുന്നത്. അതായത് നമ്മൾ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും കേൾക്കുന്ന രീതി അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാരുടെ ഒരു ചിന്താഗതി വെച്ചിട്ടാണ് ഓരോന്നും ഇരിക്കുന്നത്. ഇപ്പം നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം പറയുന്നത് വളച്ചു കൊടുക്കാം, സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷേ കേൾക്കുന്ന ആൾക്കാർ വളച്ചെടുത്താൽ അതിൻ്റെ മിസ്റ്റേക്ക് അല്ല. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ വിചാരിച്ചു എന്താ ഇപ്പോൾ പറയുക ഈ ഒരു ചോദ്യത്തിന്. അതായത് സത്യം പറയുകയാണെങ്കിൽ ഇക്ക 20 വർഷമായിട്ട് UAE എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഓക്കെ, അപ്പം ഇത് പറയുമ്പം അഹങ്കാരം അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ചോദ്യത്തിനുള്ള റിപ്ലൈ കൊടുക്കണമല്ലോ. കുറേ ആൾക്കാർ കാണുന്നതാണ്, അപ്പോൾ എല്ലാവരും പല രീതിയിലും എടുക്കും ഇതിനെ. എനിക്കങ്ങനെ നമ്മുടെ ഫാമിലീനെ മോശമാക്കിയിട്ട് യൂട്യൂബ് മുന്നോട്ട് പോകുന്നതിൽ ഇഷ്ടമില്ല, ചില കാര്യങ്ങൾ പറയണ്ടെന്ന് വിചാരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലാണ് ഞാൻ പറയുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്, വളച്ച് നിങ്ങൾ എടുക്കണ്ട. അപ്പം 20 വർഷമായിട്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. കുഴപ്പമില്ലാത്ത നല്ല സാലറി ഉള്ള ആൾ തന്നെയായിരുന്നു, അൽഹംദുലില്ലാ. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഇക്കാക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ UAE ഇൻഷുറൻസിൽ കവേർഡാണ്. പിന്നെ നാട്ടിൽ വന്നിട്ട് ഇപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം അത്രയും ജോലിയുള്ള 20 വർഷം ജോലി ചെയ്ത ഒരാൾക്ക് സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ അത് പറയേണ്ടതെന്നുള്ളൊരു ഡൗട്ടായിപ്പോയി, എങ്ങനെ ഇത് പറയണമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ചെന്ന് പറയുന്നില്ല, 1-2 പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വരുമാനം ഉണ്ടാവില്ലേ, ഒന്നും കാണാൻ നമ്മൾ നാട്ടിലേക്ക് ഒഴിവാക്കി വരില്ലല്ലോ. യൂട്യൂബ് മാത്രം എന്താ ചോദിച്ചത്, യൂട്യൂബ് കൊണ്ട് മാത്രം ഇതൊക്കെ നടന്നു പോകുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇപ്പം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് ഭയങ്കര കുറവാണ്. അത് യൂട്യൂബ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. ഞാനിപ്പം നുണ പറയേണ്ട ആവശ്യമില്ല, നല്ല കുറവാണ്. പിന്നെ പ്രൊമോഷൻസ് ത്രൂ ഏണിങ്സ് കിട്ടും, പക്ഷേ യൂട്യൂബിൽ നിന്ന് ഭയങ്കര കുറവാണ് കിട്ടുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് ഒരിക്കലും ഇതൊന്നും നടന്നു പോവില്ല. പക്ഷേ വീട് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ വീട് പണി ഇത്രയും ഡിലേ ആക്കാനുള്ള മെയിൻ കാരണം ഇക്കാക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഇക്കാക്ക് തന്നെ വീട് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ്. അപ്പം അതിനുള്ള സാമ്പത്തികമൊക്കെ റെഡി ആകുമ്പോൾ നമുക്ക് ചെയ്താൽ മതി എന്നാണ്. അതുകൊണ്ടാണ് 5 വർഷം ആയി നമ്മൾ ആ വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ 5 വർഷമായി, എന്നോ തീരേണ്ടതായിരുന്നു. അപ്പോൾ എല്ലാം അതിനൊന്നും എനിക്കൊരു ഇതില്ല കേട്ടോ, കംപ്ലയിൻസ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പറഞ്ഞു വരാനുള്ളത്, ഇക്ക എന്താ പറയുക, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉണ്ട്, പ്ലസ് ഓൺലൈനായിട്ടും ചില കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്കിങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു കമൻറ്റ് ഈ ഒരു കമൻറ്റ് അല്ല കേട്ടോ, കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, നിങ്ങളിങ്ങനെ അങ്ങനെ ആക്കണോ എന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ പറയണ്ടേ. ഒരിക്കലും യൂട്യൂബിൻ്റെ ഇൻകം അതുകൊണ്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ട്, ബട്ട് കംപ്ലീറ്റ്ലി അങ്ങനെയല്ല. ഓക്കെ, പിന്നെ ഇനി കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പല രീതിയിൽ എടുക്കുമോ എന്നൊരു സംശയം. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു.
കാരണം അഹങ്കാരം എന്ന് ഞാൻ മുമ്പ് എപ്പോഴോ പറഞ്ഞിരുന്നു, മുമ്പ് ഞാനല്ല കേട്ടോ, സോറി, എനിക്കൊരു കമൻറ്റ് റിപ്ലൈ ഞാൻ കൊടുത്തിരുന്നു, യൂട്യൂബ് കൊണ്ട് വീടുണ്ടാക്കാൻ പാടില്ല അങ്ങനെ എന്തൊക്കെയോ. അത് എന്തുകൊണ്ടാണ് യൂട്യൂബ് കൊണ്ട് അത് ഞാൻ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. കാരണം യൂട്യൂബ് ഏർണിങ്സ് നല്ല ഏർണിങ്സ് അല്ല എന്ന് പറഞ്ഞവരോട് ചോദിക്കുന്നു. അത് നല്ല ഏർണിങ്സ് അല്ല എന്നുള്ളത് അങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് പറയാനൊന്നും പറ്റില്ല. അത് ഹാലാലൊക്കെ തന്നെയാണ്. കാരണം അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇങ്ങനെ വീട്ടമ്മമാരൊക്കെ വീഡിയോ എടുത്തിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അത് പിന്നെ നമ്മുടെ ശരീരം പ്രദർശിപ്പിച്ചിട്ടുള്ള വീഡിയോസ് ഇടുന്നത് അതെനിക്ക് യോജിപ്പില്ല. പക്ഷേ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കുന്നവർ. അവരുടെ ഏർണിങ്സൊക്കെ ഹലാലല്ല എന്ന് പറയാൻ ഒരു കാരണവുമില്ല. ഓക്കെ, അപ്പോൾ അത് ഇനിയിപ്പോൾ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ട. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ഇതൊക്കെയാണ്. ഇനിയിപ്പം നമ്മൾ വീട് പണി കഴിഞ്ഞ ശേഷം പിന്നെ ഇക്കാൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാലും ഈ പറഞ്ഞ ആളോട് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. അവർ ചോദിച്ച ചോദ്യം നല്ലതൊക്കെ തന്നെയാണ്, ഒരു മോശം ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല. അവരുടെ ഡൗട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഒറ്റയ്ക്കാണോ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. ഒരിക്കലുമല്ല, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൂടെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി ഇക്കാക്കൊരു സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തന്നെ മുന്നോട്ട് ഇതെല്ലാം കൂടി ഓടിച്ചാടി നടക്കുന്നു അങ്ങനെയൊന്നുമല്ല. പിന്നെ എനിക്ക് എൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഐഷാസ് കാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അതിൽ 6 ലൈക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്ന് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. അതും നെഗറ്റീവ് കമൻ്റ് ആയിട്ടൊന്നും എടുക്കുന്നില്ല, തെറ്റിദ്ധാരണകൾ ഉണ്ടാവുമല്ലോ. ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നും കുറേ സാധനങ്ങൾ ഇറക്കിയിട്ട് ഐഷ കാർട്ട് എന്നും പേരും എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടുള്ളൊരു സ്മൈൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോ നിന്നും നമ്മൾ ഒരു പ്രൊഡക്ട്സും ഇതുവരെ ഐഷാസ് കാർട്ടിൽ ഇറക്കിയിട്ടില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. നമ്മളുടെ ഓൺ പ്രോഡക്റ്റ് ഒന്നുമല്ല, എല്ലാം ഇമ്പോർട്ടഡ് ആണ്. പലയിടത്തുനിന്നും ചൈനയിൽ നിന്നും ഡൽഹി, മുംബൈ അങ്ങനെ പലയിടത്തുനിന്നും കൊണ്ടുവന്നിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഞാനിപ്പോൾ ഇതിലോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത്, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചൈനയിൽ നിന്ന് ഇറക്കണമെങ്കിൽ എത്ര എഫേർട്ട് ഉണ്ടെന്നുള്ളത്. അതുപോലെ അത് ഇവിടെ വന്ന് അത് അൺബോക്സ് ചെയ്ത് അത് ഓരോ സാധനങ്ങൾ എടുത്ത് അതിൻ്റെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി എന്നിട്ട് വേണം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ. അതിന് എന്തോ ഒരു എഫേർട്ട് ഉണ്ടെന്നുള്ളത് അത് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. പിന്നെ ഒരിക്കലും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോയിൽ നിന്നൊന്നും നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനി വാങ്ങിക്കില്ല. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാൽ നല്ല മനസ്സിലാവുള്ളൂ. ഒരേപോലെ കാണുന്ന പ്രൊഡക്റ്റ് പക്ഷെ അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് വരുന്നത്, അത് ചിലത് നമുക്ക് നേരിട്ട് കണ്ടാൽ അല്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ ഐഷാസ് കാർട്ട് ത്രൂ ചെയ്യുന്ന പ്രോഡക്ട്സ് എല്ലാതും ക്വാളിറ്റി ഞാൻ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ്, എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രം ഇഷ്ടപ്പെട്ടത് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാത്തത് ക്വാളിറ്റി ഇല്ലാത്തത് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്, ഞാനത് ഷെയർ ചെയ്യൂല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും എനിക്ക് വ്യൂവേഴ്സിനെ ചതിക്കണ്ട എന്നുള്ളൊരു ഇതിൻ്റെ പുറത്ത്. ഇപ്പം ഒരു ഗാർലിക് പീലറിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒറിജിനൽ നമ്മൾ അത്യാവശ്യം ബൾക്കായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഡൂപ്ലി ഇറങ്ങുന്നത്, ആ ഡൂപ്ലി എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അത് 2-3 വെറൈറ്റി സാധനങ്ങൾ. പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നില്ല. കാരണം അതിൽ എന്താ പറയുക, ഗാർലിക്ക് പീൽ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ അത് സെയിൽ ചെയ്യാം മറ്റേതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ കാണുമ്പോൾ സെയിം പ്രോഡക്റ്റ്, പക്ഷേ എന്താ പറയുക, വർക്കിംഗ് ഭയങ്കര ഡിഫറെൻറ്റ്, അതിൻ്റെ ക്വാളിറ്റിയും ഡിഫറെൻ്റ് ആണ്. അപ്പം ഒരിക്കലും ഐഷാസ് കാർട്ടിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ഞാൻ കൊടുക്കില്ല. ഇനി വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, പിന്നെ ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞ് എത്രയായി നിങ്ങൾ പറ്റിക്കുന്നു, എന്നിട്ടും പറയും ഹൗസ് വാമിംഗ് കഴിഞ്ഞാൽ ഓരോ ഹോം ടൂർ പോലും ചെയ്യില്ല എന്ന്. ഇതൊക്കെ ശരിയാണോ എന്ന് അതൊരു ചോദ്യമായിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിന് താഴെ വേറെ ആരോ ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്, അവരായി പറയുന്നത് എങ്ങനെ പറ്റിക്കലാവും. ഓക്കെ, അതിന് കുറേ ഉണ്ട്. എനിക്ക് ഇഷ്ടമായി. എന്താ പറയുക, ഞാൻ മറുപടി കൊടുത്തിട്ടില്ല, വേറെ ആളാണ് മറുപടി കൊടുത്തിട്ടുള്ളത്.
ഞാനൊരിക്കലും ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കങ്ങനെ പറ്റിച്ച് ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഓരോ വീഡിയോസിനും ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് തന്നെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ട് ഇന്ന് ഇക്ക ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോയി, അല്ലെങ്കിൽ ഇക്കാക്ക് പെട്ടെന്ന് വെയ്യാണ്ടായി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. നിങ്ങൾ കാണും, റീച്ച് കൂടും എന്നുള്ളതൊക്കെ എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് തംബ്നെയിൽ കൊടുത്തിട്ട് ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് വീഡിയോ ചെയ്താൽ നല്ല റീച്ച് ഉണ്ടാവും, അത് എനിക്കറിയാം. പക്ഷേ എനിക്ക് പേഴ്സണൽ ലൈഫ് കൊണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് കളിക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യൂല. ഹൗസ് വാമിങ് ഞാൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതെന്തോ കാരണവശാൽ ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ട്രീറ്റ്മെൻറ്റിൻ്റെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നീട്ടി വെക്കേണ്ടി വന്നു. അത് ആരുടെയും മിസ്റ്റേക്ക് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് ഹൗസ് വാമിങ് ആവാറായി എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നടക്കുമ്പോൾ നടക്കട്ടെ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് അതിനായിട്ട് പുറകെ നടക്കാനൊന്നും പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊന്നും നെഗറ്റീവ് കമൻ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനൊക്കെ ഒന്ന് റിപ്ലൈ തരുന്നു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഹൗസ് വാമിങ്ങിന് ഞങ്ങളെ വിളിക്കാൻ മറക്കരുത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇക്കനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മുടെ വ്യൂവേഴ്സാണ് നമ്മുടെ എത്രയും വലിയ സപ്പോർട്ടുള്ളത് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ തന്നെയാണ്. അവരെല്ലാവരും വിളിക്കണം എന്നുണ്ട്. പക്ഷേ അത് പോസിബിൾ അല്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വരും, കൂടുതൽ ആൾക്കാർ വന്നാൽ നമുക്ക് അത് മാനേജബിൾ ആവില്ലല്ലോ. അങ്ങനത്തെ ഒക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനിപ്പോൾ ഞാൻ വെറുതെ ആന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. ഹൗസ് വാമിങ്ങിന് എനിക്ക് എല്ലാവരും വിളിക്കണം എന്നുണ്ട്. പക്ഷേ എൻ്റെ സാഹചര്യം ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റും മക്കളെ പഠിത്തവും നമ്മൾ ഈ ഹൗസ് വാമിങ് ആകുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ബുദ്ധിമുട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ വിളിക്കണം എന്നുണ്ട്. പക്ഷേ ഇപ്പം ഹൗസ് വാമിങ് വിളിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും അനുഗ്രഹം വേണം, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ എങ്ങനെ ഇപ്പം ഞാൻ ഓരോരുത്തരായിട്ട് എനിക്ക് വിളിക്കാൻ പറ്റില്ല. വിളിക്കുമ്പോൾ എല്ലാവരോടും കൂടി കോമൺ ആയിട്ട് പറയണം. പക്ഷേ എത്ര പേര് വരും, അതൊക്കെ നമ്മൾ എങ്ങനെ അതാക്കാമെന്നൊന്നും ഒരു പിടുത്തമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാം ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് എല്ലാവരും മീറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയാം കേട്ടോ. പിന്നെ എല്ലാം അടിപൊളി ആയിട്ടുണ്ട്. ഹോം ടൂർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ പണിയും കഴിഞ്ഞ് കാണാൻ ആഗ്രഹമുണ്ട്. ശരിയാണ്, ഞാൻ ഹോം ടൂർ വീഡിയോ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാതും അവിടെ ഇവിടെയും കാണിക്കും. എനിക്ക് മറ്റൊരാൾ നമ്മുടെ വീട് ഹോം ടൂർ ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. അത് ഇനിയെങ്കിലും ഞാൻ പറയണമല്ലോ. അത് എനിക്കെന്നല്ല, ഇപ്പോൾ ഇക്കാക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും കാരണം വീട്ടുകാർക്കാണെങ്കിലും നമ്മൾ വീടിൻ്റെ ഓരോ മുക്കും മൂലയും ഇവിടെ കാണിക്കും. നമ്മൾ നാട്ടിലെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കാണിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ വേറൊരാളുടെ വീഡിയോ അവരുടെ കൺസേണോട് കൂടി ചെയ്യുമ്പോഴും ആ വീട് എവിടെയാണെന്നൊന്നും കറക്റ്റായിട്ട് ഞാൻ കൊടുക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ വീട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ വീട് എവിടെയാണ്, എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളതൊക്കെ കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവുമല്ലോ, പബ്ലിക്കായിട്ട് അറിയുമല്ലോ. അപ്പോൾ അത് കൊടുക്കുമ്പം നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത് ശരിയാണോ എന്നറിയില്ല. മക്കളുടെ പ്രൈവസി, പിന്നെ അതുപോലെ തന്നെ ചിലപ്പം വീട്ടിൽ ഉമ്മ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മക്കൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് അവരെ തനിച്ചാക്കി പോകാനൊരു പേടിയില്ലേ ഇങ്ങനെ ഹോം ടൂർ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ. ഞാൻ കുറേശ്ശെ ഭാഗങ്ങൾ ചെയ്യും. പിന്നെ ഇപ്പോഴും നമ്മൾ വീട് ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ ടീമുകൾ വിളിക്കുന്നുണ്ട്, വീഡിയോ എടുക്കാൻ വരട്ടെ, ഇൻ്റർവ്യൂ ചെയ്യാൻ വരട്ടെ എന്നൊക്കെ. സത്യം പറയുകയാണെങ്കിൽ ഇത് അഹങ്കാരത്തോടല്ല കേട്ടോ പറയണത്. ഞാൻ ഇതുവരേക്കും ഒരു ഇൻ്റർവ്യൂക്ക് ഞാൻ തലവെച്ച് കൊടുത്തിട്ടില്ല. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമില്ല. കാരണം ഇപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴേക്ക് ഒരു കമൻറ്റ് വന്നാൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാം ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ. പക്ഷേ മറ്റുള്ളവരുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് വന്നാൽ അവർ ചിലപ്പം പിന്നീട് പുതിയ വീഡിയോസ് വരുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കില്ല. ആ കമൻറ്റ് അവിടെ കിടക്കും. പിന്നെ എപ്പോഴെങ്കിലും മറ്റു പലരും കാണുമ്പം അത് മോശമായിട്ടുള്ള ഒരു കമൻറ്റായിട്ട് തന്നെ അവിടെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നമ്മളെ തന്നെ താഴ്ത്തി കെട്ടുന്ന, എനിക്കറിയാം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഫേമസ് ആവും, പബ്ലിസിറ്റി ആവും എന്നൊക്കെ. പക്ഷെ എനിക്ക് അത്രയും ഒരു പബ്ലിസിറ്റിയിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അത് നിങ്ങൾ അഹങ്കാരമായിട്ട് എടുക്കരുത്. നമ്മൾക്ക് ഓരോരുത്തരും ഒരു പേഴ്സണൽ ഇതുണ്ടാവില്ലേ. ഈവൻ എനിക്ക് മറ്റുള്ളവരുടെ വീഡിയോയിൽ നിൽക്കാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വേണ്ടാത്ത സീനുകളോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യാം. പക്ഷേ വേറെ ആളുടെ വീഡിയോയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ.
ഞാൻ മാക്സിമം മറ്റുള്ളവരുടെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സുകളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് അത്രയും നോക്കിയിട്ടാണ് ഞാൻ ലേഡീസിൻ്റെ ഒക്കെ ഇടാറ്. പക്ഷേ എല്ലാവരും അതേപോലെ മറ്റുള്ളവരുടെ വീഡിയോ അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ, നമ്മൾ പല പല കോലത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമില്ല. ഹോം ടൂർ വീഡിയോ ഞാൻ ചെയ്യും, എന്താ പറയുക, പക്ഷേ എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ ചാൻസ് കുറവാണ്. കൂടുതലും നമ്മൾ പ്രൈവസി ഉദ്ദേശിച്ച് തന്നെ കേട്ടോ, അത് ആ രീതിയിൽ എടുക്കണം. നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എങ്ങനെ കാണുന്ന ആൾക്കാർ ഇതെടുക്കുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇപ്പോൾ ഒരു വീട് ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ, ഒരു യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഒരു വീടായി കഴിഞ്ഞാൽ മൊത്തം വീഡിയോ എടുക്കാൻ നടക്കലാണല്ലോ. നമ്മൾ ഫേമസ് ആവും തീർച്ചയായിട്ടും, ഐഷാസ് കിച്ചൺ വേറെ ലെവലിലെത്തും. പക്ഷേ അത് വേണ്ട. എനിക്കെന്നല്ല, വീട്ടിലാർക്കും താല്പര്യമില്ല. പിന്നെ എല്ലാവർക്കും താല്പര്യമില്ലാത്ത ഞാൻ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ എൻ്റെ സമാധാനം പോവും. അതുകൊണ്ട് അത് വേണ്ട. വീട്ടിലേക്ക് കയറണമെങ്കിൽ സ്റ്റെപ്പുകൾ കയറണോ, വണ്ടി പോവില്ലേ എന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് ആ സ്റ്റെപ്പ് വരാൻ നമ്മൾ പ്ലാനിൽ ആ സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ല. നമ്മൾ വീടിൻ്റെ എക്സ്റ്റീരിയർ ഒന്ന് മാറ്റിയപ്പോൾ വന്ന സ്റ്റെപ്പിലാണത്. നമ്മൾ വീട് പ്ലാൻ വരച്ചതിൽ ആ സ്റ്റെപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ എക്സ്റ്റീരിയർ വൈസ് മാറ്റിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. കാർ പോർച്ച് അതിൻ്റെ കൂടെ വന്നിട്ട് അങ്ങനെ നല്ല രസമായി. പിന്നെ വീട്ടിൽ വണ്ടി മീൻസ് വേറൊരു സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് റെഡി ആയി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതിലൂടെ വണ്ടി മീൻസ് നമ്മൾ സിറ്റ് ഔട്ട് വരെ പോവും. അവിടുന്ന് സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമില്ല. മീൻസ് വീട്ടിനകത്തേക്ക് കയറുന്ന 2 സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് കയറേണ്ടി വരും. ഇപ്പം പ്രായമായവർക്കൊക്കെ നേരെ സിറ്റ് ഔട്ട് വരെയുള്ള അവിടേക്ക് പോകാനുള്ള വഴിയുണ്ട്. പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമായിട്ട് തോന്നിട്ടോ. നോയമ്പ് കഴിഞ്ഞിട്ട് മതി ഹൗസ് വാമിങ്, നോയമ്പിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്, വീട്ടിൽ ഒരുപാട് കാലം താമസിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം തന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നോയമ്പ് കഴിഞ്ഞിട്ട് മതി ഹൗസ് വാമിങ്, നോയമ്പിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതും ഞാൻ നെഗറ്റീവായിട്ട് എടുക്കല്ല കേട്ടോ. ശരിക്കും ഹൗസ് വാമിങ്ങിന് ഇന്ന ദിവസം പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഫാമിലി തന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടു, നോമ്പിന് ഹൗസ് വാമിങ് വെക്കേ, അത് ശരിയല്ലല്ലോ, വെക്കാൻ പാടില്ല എന്ന്. ഒന്നാമത് നോമ്പിന് വെക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം, ഞാൻ സുന്നി മുജാഹിദ് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അത് ശരിക്കും ഞാൻ ഒരുപാട് പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് പേരുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു, എന്താ നോമ്പിന് വെച്ചാൽ, നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ, നോമ്പിന് വെച്ചാൽ എന്താ എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ അനാചാരങ്ങളൊന്നുമല്ലല്ലോ ഇത് നടത്തുന്നത്. വീട് പാർക്കൽ, കുടിയിരിക്കൽ എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ്. പിന്നെ നോമ്പിന് വെക്കേണ്ടെന്ന് പറയാൻ കാരണം നമ്മൾ കൂടുതലും ഇബാദത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇങ്ങനെ ഫങ്ഷൻസൊക്കെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ നമ്മൾ നോമ്പിന് വെക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു നോമ്പാണെങ്കിൽ നോമ്പിന് കയറിയിരിക്കും. കാരണം ഞങ്ങൾക്ക് ഇവിടെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം മിക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ ഞങ്ങളുടെ ഫ്ലാറ്റ് ഞങ്ങൾക്ക് ഒഴിഞ്ഞു കൊടുക്കണം, അങ്ങനെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്നാണോ പണി തീരുന്നത് നെക്സ്റ്റ് ഡേ വീട് ഇരിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നോമ്പിന് വെക്കാൻ പാടില്ല, അത് തെറ്റാണ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നവരോട് പറയുകയാണ്. ശരിക്കും എല്ലാ ദിവസവും നല്ല ദിവസമാണ്. ഇന്ന ദിവസം ഹൗസ് വാമിങ്, ഇന്ന ദിവസം കല്യാണം, അങ്ങനെയൊന്നും എവിടെയും കൊടുത്തിട്ടില്ല. നോമ്പിനിപ്പോൾ നമുക്ക് വൈകുന്നേരം മാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതിനും പല പല ഇതുണ്ട്, മാർഗങ്ങളുണ്ട്. ഓക്കെ, അപ്പം അത് തെറ്റായ ധാരണയാണ്. നോമ്പിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒരു സ്കൂളിൽ പോകുന്ന കുട്ടി അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർ, അവർ രാവിലെ പോയിട്ട് അവർ ഫുൾ ഇബാദത്ത് എടുത്ത് നടക്കില്ലല്ലോ. അത് ജോലിക്ക് പോകുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇബാദത്താണ്. അതായത് ജോലിക്ക് വെറുതെ പോകില്ലല്ലോ, ശമ്പളം കിട്ടിയിട്ട് വീട്ടിൽ കൊടുത്തിട്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഇബാദത്ത് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കുന്നത് നിസ്കരിച്ച് ഓതി ഇരിക്കുന്നത് മാത്രം ഇബാദത്ത്. അതല്ല, മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അതുവരെ ഇബാദത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ ലേഡീസ് നോമ്പ് നോറ്റിട്ട് അവർക്ക് മറ്റുള്ളവർക്ക് നോറ്റവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ, അതൊക്കെ ഒരു തരത്തിൽ ഒരു ഇബാദത്ത് തന്നെയാണ്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, കുട്ടികളെ നോക്കുക, ഇതൊക്കെ ഇബാദത്താണ്. അല്ലാണ്ട് നോമ്പാണെന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കരിച്ചിരിക്കുക, കുട്ടികളെ നോക്കാണ്ടിരിക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കാണ്ടിരിക്കുക, അത് തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണെന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, കൂടുതൽ ഞാൻ പറയുന്നില്ല. കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല ഇതും വരും. നോമ്പിന് ഞാൻ കുറേ ആൾക്കാർ ചോദിച്ചാണ്, നോമ്പിന് ഒരു കുഴപ്പമില്ല എന്ന് തന്നെ എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്, എന്താ നോമ്പിന് വെച്ചാലെന്ന്. അത്യാവശ്യം വിവരമുള്ളവരോട് തന്നെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ,
പിന്നെ വീടൊന്ന് കണ്ടിന്യൂ ആയിട്ട് കാണിക്കുമോ, വീടിൻ്റെ ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഞാൻ വീട് പണി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കാണിക്കുക എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫ്ലോ കൊണ്ട് കിട്ടുന്നില്ല. ഇൻഷാല്ലാ ഒന്നുകൂടെ സെറ്റായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും നല്ലൊരു കമൻറ്റ് വരുന്നതാണ്, കുറേ നല്ല പൂക്കൾ തരുന്ന തണൽ മരങ്ങൾ നടണം കേട്ടോ, ഇലഞ്ഞി, അശോകമരം, ലങ്കി, പാലപ്പൂ, അങ്ങനെ ഇതൊക്കെ പൂത്ത് അതിൻ്റെ ഹൃദ്യമായ മണം മോളുടെ വീടിൻ്റെ ഉള്ളിൽ എല്ലാവരുടെയും മനസ്സുകളിൽ സന്തോഷം, സമാധാനം, ആരോഗ്യം നിറഞ്ഞ നാളുകൾ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ നബീസു പാലക്ക വളപ്പിൽ ഇവർ എപ്പോൾ കമൻ്റ് ഇടുമ്പോഴും അത്യാവശ്യം എഴുതിയിട്ടാണ് കമൻ്റ് ഇടുക. ഇത് എൻ്റെ വല്യമ്മാനെ അറിയുന്ന, അതായത് ഉപ്പാൻ്റെ ഉമ്മാനെ അറിയുന്ന ഒരാളാണ്, നമ്മളെ റിലേറ്റീവ് കൂടിയാണ്. പക്ഷെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഇവരുടെ കമൻറ്റ്സ് വായിക്കുമ്പോണ്ടല്ലോ ഒരു മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷം തോന്നുക. അത്രയും എൻ്റെ ഉപ്പാനൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷെ ഞാനിവരെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഡീറ്റെയിൽഡായിട്ട് നല്ല നീളത്തിൽ തന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും സന്തോഷം. വീട് കുടിയിരിക്കൽ കഴിഞ്ഞാൽ ഒരു ദിവസം കാണാൻ വരാൻ പറ്റുമോ? നിങ്ങളെ എല്ലാ വീഡിയോസും മുടങ്ങാന്ന് കാണുന്ന ആളാണ്. എന്താ പറയുക, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ പറയാം. ഇപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഇപ്പം നമ്മൾ അറിയാണ്ട് ഇപ്പം എല്ലാവരുടെ വീട്ടിലെ സിറ്റുവേഷൻ എങ്ങനെ ആയിരിക്കും. ഒരു ഗസ്റ്റ്, നമുക്കറിയുന്ന ഒരു ഗസ്റ്റ് വരുമ്പോൾ തന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് ഓടിയിരിക്കും. പല പല കോലത്തിലായിരിക്കും വീട്ടിൽ നടക്കുന്നത്. പുറത്ത് കാണാൻ പറ്റാത്ത കോലത്തിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ കൈ ഫുൾ സ്ലീവ് ഇടണമെന്നില്ല വീട്ടിൽ നടക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു വീട്ടിലോട്ട് ഒരാൾ കയറി വരുമ്പോഴുള്ള ഒരു സിറ്റുവേഷൻ, അത് എല്ലാവർക്കും ഒന്ന് ചിന്തിച്ച് നോക്കും. അപ്പം അങ്ങനെ ഇരിക്കെ ഇങ്ങനെ എല്ലാവരും, ഇപ്പം ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ല, ഉമ്മ കുട്ടികളൊക്കെ ആയിരിക്കും വീട്ടിലുണ്ടാവുക. ആ സമയത്തൊക്കെ പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പം അവർക്ക് ബുദ്ധിമുട്ടാവോ എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പം ഞാൻ ഇതിനുള്ള മറുപടി എന്താ കൊടുക്കേണ്ടതെന്ന് എനിക്കും അറിയില്ല. എല്ലാവരും എനിക്ക് കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ വീട്ടിലോട്ട് പെട്ടെന്ന് ഇങ്ങനെ അറിയാത്ത ആൾക്കാർ, ഇപ്പം നിങ്ങൾക്ക് എന്നെ അറിയുണ്ടാവും, പക്ഷെ എനിക്ക് വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടല്ലോ, ചില ആൾക്കാർ ഭയങ്കര പരിചയത്തിലാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ കാണുമ്പോൾ. അത്രയും അടുപ്പുള്ള ആൾക്കാരെ പോലെ സംസാരിക്കാനും വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് അവർ അത്രയും ക്ലോസ് ആയിരിക്കും എന്നോട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് നിങ്ങളെ കാണുമ്പോൾ ഒരു പുതിയൊരാളെ കാണുന്ന പോലെ ആയിരിക്കുമല്ലോ, പരിചയപ്പെട്ട് വേണമല്ലോ. അപ്പം ഇനിയിപ്പം വീട്ടിൽ നമുക്ക് അറിയുന്ന ആൾക്കാർ വന്നാൽ തന്നെ നമ്മൾ ഓടിക്കളിക്കായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും വീട്ടിൽ നല്ല വൃത്തിയിൽ നടക്കണമെന്നൊന്നുമില്ല. ഓരോ പണീൻ്റെ തിരക്കായിരിക്കും, അല്ലെങ്കിൽ കിച്ചണിലായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ എപ്പോഴാണ് വരിക. അപ്പം പറ്റുന്നവർ വിളിച്ചിട്ട് വരണം. അല്ലാണ്ട് എനിക്കെങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. കാരണം ഞാനിത് ഓപ്പണായിട്ട് പറയുകയാണ്. എനിക്ക് വേണമെങ്കിൽ എന്നൊക്കെ പറയാം, പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളും നോക്കണമല്ലോ എല്ലാവരും. അങ്ങനെ. ഓക്കെ, നിങ്ങൾക്ക് ഒരു വീടായാൽ സന്തോഷം, 3 പെൺകുട്ടികളല്ലേ, പിന്നെ ഈ ബഡ്ജറ്റിന് 2 വീട് വെക്കാമായിരുന്നു. ആദ്യം പറഞ്ഞപ്പോൾ സന്തോഷമായി, നിങ്ങൾക്കൊരു വീടായാൽ സന്തോഷം എന്ന്. പിന്നെ 3 പെൺകുട്ടികളല്ലേ, അതും സന്തോഷം, അൽഹംദുലില്ലാ. പിന്നെ ഈ ബഡ്ജറ്റിന് 2 വീട് വെക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇക്കാക്ക് അസുഖമൊക്കെ വന്നത്. നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് വീട് വെച്ചു, അതാണ് ഉള്ളത്. പിന്നെ 3 പെൺകുട്ടികളല്ലേ, നിങ്ങൾക്ക് ഇതിന് എത്രയും സ്ഥലം എന്നൊക്കെ ചോദിക്കുന്നവരോട് പറയാണ്, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വീടുണ്ടാക്കി കൊടുക്കുന്നു. അവർക്ക് കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ അതിനുള്ള സൗകര്യം വേണം. എന്തിനാണ് ആ ഒരു പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള ഒരു വ്യത്യാസം വരുത്തുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ആൺകുട്ടിയാണെങ്കിൽ വീട്ടിൽ സ്ഥലം വേണം, റൂമുകൾ വേണം, പെൺകുട്ടിയാണെങ്കിൽ വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇനിയും മാറ്റാനായില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്, എൻ്റെ അനിയത്തി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയാൽ തന്നെ ഞങ്ങൾക്കിപ്പോഴും ആ വീട്ടിൽ സ്ഥലമില്ല. മേലെ 3 റൂമുണ്ട്, താഴെ 2 റൂമുണ്ട്, ഹോളുണ്ട്, ഒക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ. പക്ഷേ ഞങ്ങൾ എല്ലാവരും ഒരു റൂമിലൊക്കെ എടുക്കാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ റൂമിലും ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇത്രയും ആൾക്കാർ അവിടെ താമസിക്കുമ്പോൾ എങ്ങനെയാലും സ്ഥലം നമുക്ക് സൗകര്യം ഇല്ലാണ്ടായി പോവും. അപ്പോൾ ഇപ്പോൾ എൻ്റെ 3 മക്കൾ കല്യാണം കഴിഞ്ഞ് അവരുടെ കുട്ടികളായിട്ട് വരുമ്പോൾ നമുക്ക് ഈ വീട് സൗകര്യമില്ലാത്ത വീടായി പോവും. അത് നമ്മളുടെ എന്താ പറയുക, ഇതിനൊക്കെ എന്താ മറുപടി തരാമെന്ന് എനിക്കറിയില്ല. ആൺകുട്ടികളാണെങ്കിൽ എല്ലാവർക്കും ഓരോ റൂം വേണം, പെൺകുട്ടികളാണെങ്കിൽ റൂം വേണ്ട. അവർ കല്യാണം കഴിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ അവർ കല്യാണം കഴിച്ചിട്ട് ഹസ്ബൻഡ് വീട്ടിൽ പോകുമ്പോൾ ഇവർ നമ്മുടെ സ്വന്തം വീട്ടിൽ വരൂലേ, സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റില്ലേ? അതൊക്കെയാണ് എൻ്റെ ചോദ്യം. അതൊക്കെ പണ്ടുള്ളൊരു കോൺസെപ്റ്റാണ്, ഹസ്ബൻഡ് വീട്ടിൽ മാത്രം നിൽക്കാൻ പാടുള്ളൂ എന്ന്. ഇപ്പം എവിടെയാണോ അവർക്ക് സൗകര്യം അതിൽ നിൽക്കുക. ഇവിടെ നിൽക്കേണ്ട സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കുക, അവിടെ നിൽക്കേണ്ട സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിലും
നമ്മൾ മക്കൾക്ക് കല്യാണമൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു വീട് നല്ലത് വേണ്ടേ. അപ്പോൾ നമുക്ക് കുഞ്ഞ് വീട് വെച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് വീട് വെച്ചു, ആ ഒരു സൗകര്യം മതി എന്ന് പറയുമ്പം അവരുടെ കല്യാണമൊക്കെ ആകുമ്പോൾ അത് വേറെ ഇഷ്യൂസ് വരൂലേ. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ ചിന്തിക്കണം. ഓക്കെ, പിന്നെ അടിച്ച് വാരി തുടക്കുമ്പോൾ അങ്ങ് മനസ്സിലാവും വലിയ വീടിൻ്റെ ഭൂതി. ഓക്കെ, ഇൻഷാ അല്ലാഹ് അപ്പം നോക്കാം അല്ലേ. ഓക്കെ, അതിനൊന്നും പ്രത്യേകിച്ച് മറുപടി കൊടുക്കണമെന്ന് തോന്നുന്നില്ല, കാരണം അതൊക്കെ ഇനി വരാൻ പോണ കാര്യങ്ങളെല്ലാം അപ്പം നോക്കാം. ശരിയായിരിക്കും, നമുക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ കിണറിനോട് ചാരി ഹൈറ്റ് കൊടുക്കുന്നത് അപകടമാണ്. കുട്ടികളൊക്കെ കയറി എത്തി നോക്കും. കിണറിന് ഗ്രില്ലുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഗ്രില്ല് എന്തായാലും വെക്കും ഇൻഷാ അല്ലാഹ്, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. വീടിന് മുമ്പിൽ കാർ പോർച്ചാണോ? സൈഡിലായിരുന്നെങ്കിൽ വീടിൻ്റെ ഭംഗി എടുത്ത് കാണിക്കാമായിരുന്നു. അപ്പോൾ അതിൽ മറുപടി വേറെ ആൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം അവർ മുമ്പേ പറഞ്ഞതാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മിയും കിണറും അടുത്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഉള്ള മറുപടി വേറൊരാൾ കൊടുത്തിട്ടുണ്ട്. അതെന്താ അമ്മിക്കല്ലെടുത്ത് കിണറ്റിലിടുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന്. ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട് ആ ഒരു കമൻറ്റിന് റിപ്ലൈ വായിച്ചിട്ട് കേട്ടോ. അമ്മിയും കിണറും അതൊക്കെ കുറേ മിത്തുകളാണ്. അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അപ്പോൾ പറയും അന്ധവിശ്വാസം, അങ്ങനെയല്ല. ചില കാര്യങ്ങൾ നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് വേണം ഇതാക്കാൻ വേണ്ടി. ഞാൻ അങ്ങനെ കേട്ടോ, ഈ സുന്നി മുജാഹിദ് എന്ന് പറഞ്ഞ പോലെയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ, വിശ്വാസി അന്ധവിശ്വാസി എന്നൊക്കെ പറയുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ നന്നായിട്ട് ചിന്തിക്കുക, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത്, എന്നിട്ട് വേണം ഒരു കാര്യം എടുത്ത് പറയാൻ. ഇപ്പോൾ അമ്മിയും കിണറും അടുത്ത് വെച്ചാൽ എന്താ പ്രശ്നം? ഇപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. അതായത് അവിടെ വേസ്റ്റ് കൂടും, കാക്കകളൊന്നിരിക്കും, അതെടുത്തിട്ട് കിണറ്റിലിടും, അങ്ങനെയൊക്കെയാണെങ്കിൽ ഓക്കെ. അത് രണ്ടും അടുത്തടുത്ത് വെച്ചാൽ വേറെന്താ ഇഷ്യൂ? അത് അന്ധവിശ്വാസത്തിൽ പെട്ടതല്ലേ. ഓക്കെ, പിന്നെ കിണറിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒന്നും കെട്ടാൻ പാടില്ല എന്ന് എനിക്കൊന്നും പറയാനില്ല. പിന്നെ കജാരിയൻ്റെ ആ ടൈലിൻ്റെ നെയിമൊന്ന് പറയുമെന്നത് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ ഇൻഷാ അല്ലാഹ്. ഓടിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അത് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. അമ്മിയും കിണറും കാണാൻ പാടില്ല, നേരത്തെ പറഞ്ഞ കമൻറ്റ് തന്നെ. മിറ്റം റെഡിയാക്കുന്ന വീഡിയോ ഇടണം, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കമൻസിൻ്റെ റിപ്ലൈ. ഇനിയും കുറേ ഉണ്ട് കേട്ടോ, ഇനിയും കുറേ കമൻസ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നല്ല ലെങ്തി ആവും, അതുകൊണ്ട് ഇപ്പം ഞാനത് പറയുന്നില്ല ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കേട്ട് ബോറടിച്ചോന്ന് അറിയില്ല. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. പിന്നെ ദയവായിട്ട് നോമ്പ് കാലമാണ്, എനിക്ക് ഈ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ ഒരുപാട് ടെൻഷനുണ്ട്. നിങ്ങൾ നെഗറ്റീവായിട്ട് ഇതൊന്നും എടുക്കരുത്, സ്ട്രെയിറ്റായിട്ട് മാത്രം ചിന്തിക്കട്ടോ. വളഞ്ഞിട്ട് ഒരു കാര്യം എടുക്കണ്ട. ഞാൻ സ്ട്രെയിറ്റായിട്ടുള്ള കാര്യം മാത്രം ഇതിൽ പറയുന്നത്, ഞാൻ ഒന്നും ചിന്തിച്ചിട്ട് പറയണല്ല. ഓക്കെ, അപ്പം ദയവായിട്ട് എന്നെ ഇട്ട് പൊരിക്കരുത്, സമാധാനം കളയരുത് ഈ ഒരു വീഡിയോ കൊണ്ട്. ഓക്കെ, ബൈ.